ഹായ് മകളെ, കുറച്ചധികം ദിവസമായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരണമെന്നൊരാഗ്രഹമായിട്ട് വന്നിരിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്കൊക്കെ അറിയാം, എല്ലാ ക്ലാസ്സുകാർക്കും എക്സാം ആയിരുന്നു. നിങ്ങൾക്ക് ശേഷം +1 കുട്ടികൾക്കും എക്സാം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നടന്ന ചെറിയൊരു കഥ അല്ലെങ്കിൽ ഒരു സംഭവം നിങ്ങളോട് പറയാനാണ്. ഇപ്പോൾ നമ്മൾ +1 കുട്ടികളൊക്കെ ഭയങ്കര കോൺഫിഡൻറ്റിലായിരുന്നു, നന്നായിട്ട് പഠിച്ച് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. അവർക്ക് എക്സാം അങ്ങ് ടഫായി. അപ്പോൾ ആ സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. പ്രിയപ്പെട്ട മക്കളെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാമുകളൊന്നും വലിയൊരു പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ആണെങ്കിലും അടിപൊളിയായിട്ട് എഴുതി, നമ്മൾ ഫിസിക്സിൻ്റെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടാണ് പോയത്. മാത്സ് ആണെങ്കിൽ കുറേ കുട്ടികൾ ഭയങ്കരമായിട്ട് എഴുതിയെങ്കിലും അവർക്ക് ആദ്യത്തിലൊക്കെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മാത്സ് എക്സാം കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ കുറേയൊക്കെ ടെൻഷനൊക്കെ മാറി, ഇപ്പോൾ ചിന്തകളൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന് 2 രീതിയിലാണ് ടെൻഷൻ ഉണ്ടാവുക. ഒന്ന് ടെമ്പററി ആണ്, അതായത് താൽക്കാലികമായുള്ള ടെൻഷനാണ്. രണ്ടാമത്തത് പെർമനൻ്റ് ആണ്, അതായത് സ്ഥിരമായുള്ള ടെൻഷനാണ്. ഇപ്പോൾ മാത്സ് എക്സാം ടഫായെന്ന് കുറേ ആളുകൾ പറയുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ കുറേ പതിയെ അത് മറക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ ഓർമ്മിച്ചതുകൊണ്ട് ചിലപ്പോൾ അതും വീണ്ടും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്നാലും ഞാൻ ഈ പറയുന്നതിൽ കുറച്ചൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ മാത്സ് എക്സാം അല്ലെങ്കിൽ ഹിന്ദി എക്സാമാണ് ഇനി വരാൻ പോകുന്നത്, അതിനെപ്പറ്റി സംസാരിക്കാം. കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ഈ ടെൻഷനൊക്കെ കുറച്ചും കഴിയുമ്പോൾ നിങ്ങൾ മാറും. എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് നിങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ എല്ലാ ടെൻഷനും മാറും. അതായത് ഈ SSLCയുടെ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ 1-2 ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് മറക്കും. പിന്നെ അത് നിങ്ങളുടെ മുന്നിലേക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ സമയത്തും, ആ റിസൾട്ട് വന്നിട്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത ചിലപ്പോൾ റിസൾട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനാൽ കൂടുതൽ മാർക്ക് കിട്ടുകയോ ആ സമയത്താണ് നമുക്ക് വീണ്ടും ഈ ഒരു കാര്യം വരുന്നത്. അവിടെയൊക്കെ ടെമ്പററി എന്ന് പറയുന്നൊരു കൈൻഡ് ഓഫ് ടെൻഷനാണ്. എന്തായാലും ആ ടെൻഷൻ മാറും. ഇപ്പോൾ മാറും എന്ന് ഉറപ്പുള്ള ടെൻഷനെ പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് പെർമനൻ്റ് ആണ്. നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറേ ടെൻഷനുകളുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഓർക്കാറില്ല. അപ്പോൾ ഈ 2 കാര്യമാണെങ്കിൽ നമുക്ക് ഉറപ്പാണ്. ഒന്ന് ടെമ്പററി എന്തായാലും മാറുന്ന ഉറപ്പാണ്, ഇപ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ കുറച്ചൊരു കോൺഫിഡൻസിലാണ്. ഇപ്പോൾ ഫിസിക്സ് എക്സാമൊക്കെ എളുപ്പമായതുകൊണ്ട് പല ആൾക്കാർക്കും ഇനിയിപ്പോൾ ഹിന്ദി വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങ് എഴുതിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം എക്സാം ടഫ് ആവുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിന്ദി എക്സാം ടഫ് ആവുമെന്ന രീതിയിൽ തന്നെ വേണം നിങ്ങളുടെ മെൻറ്റാലിറ്റി നിങ്ങൾ സെറ്റ് ചെയ്യാൻ. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കണം. നിങ്ങൾക്ക് ഹിന്ദി, എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഓണം എക്സാമിന് എല്ലാ കുട്ടികൾക്കും എക്സാം ടഫാണെന്ന് പറഞ്ഞപ്പോഴും ബാബു സാറിൻ്റെ ക്ലാസ് കണ്ട കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്, സാർ എനിക്ക് ഒരു യൂണിഫോമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, യൂണിഫോം ഈക്വാലിറ്റി അങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ സാർ അതേ രീതിയിൽ പറഞ്ഞു, അതൊക്കെ വന്നു, അങ്ങനെ കുട്ടികൾക്ക് എക്സാം എളുപ്പമായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പ്രാവശ്യത്തെ ഹിന്ദി എക്സാം നിങ്ങൾ ടഫാവുന്ന രീതിയിൽ പഠിക്കുകയും പക്ഷേ അതിനെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഈ 2 ദിവസം നിങ്ങൾ അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാന്ന് വെച്ചാൽ, സാറ് പറയുന്ന കാര്യങ്ങൾ നോട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനുവേണ്ടി മാക്സിമം എഫേർട്ട് എടുക്കുക. ഈ 2 ദിവസം നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എക്സാമാണ് SSLC എന്ന് പറയുന്നത്. അതിൽ ഹിന്ദി എന്ന് പറഞ്ഞ എക്സാമിന് ഈ 2 ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിൽ ബാക്കിയുള്ളത്. മാത്തമാറ്റിക്സ് ഒക്കെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചതുപോലെ തന്നെ ഹിന്ദിക്ക് നിങ്ങൾ അതേ പ്രയോറിറ്റി കൊടുക്കുക. ഓരോ A+ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നിങ്ങളെ ടെൻഷൻ ആക്കിയെങ്കിൽ സോറി. കാരണം നിങ്ങൾ നല്ല മാർക്കോട് കൂടി വിജയിച്ച് കാണുക എന്ന ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളെ ടെൻഷൻ ആക്കുന്നതും നിങ്ങളെ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരോടും സ്നേഹം മാത്രമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹിന്ദി എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതണം. അപ്പോൾ ഈ വരുന്ന 2 ദിവസം നിങ്ങൾ ലൈവുകളൊക്കെ കൃത്യമായിട്ട് കാണുക, റെസ്റ്റ് എടുക്കുക, വർക്കൗട്ട് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 എക്സാമുകൾ മാത്രമാണ് നിങ്ങൾ മുന്നിൽ ബാക്കിയുള്ളത്. അതോടുകൂടി നമ്മുടെ SSLC എന്ന് പറഞ്ഞ ലൈഫ് നമുക്ക് അവസാനിക്കും. പിന്നെ നിങ്ങൾക്ക് +1ലേക്കാണ്, അവിടെയൊക്കെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങൾ അതിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക്, ഒരു കല്യാണം എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞോളൂ. 10ാം ക്ലാസ്സിൽ നിങ്ങളുടെ കല്യാണം കഴിയാൻ പോവുകയാണ്, +1ൽ വേറൊരു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവിടെ ഞങ്ങളൊക്കെ നിങ്ങൾ സ്വീകരിക്കാനുണ്ടാവും. നമുക്ക് അടിപൊളിയാക്കണം. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിലും അതേപോലെ സയൻസ് ആണെങ്കിലും ഒക്കെ തന്നെ ഞങ്ങൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമുക്ക് എല്ലാവിധ സപ്പോർട്ട് നമുക്ക് തരാൻ പറ്റുന്നത് പോലെ നമ്മൾ എന്താക്കും, നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നതാണ്. സോ എല്ലാവരും നന്നായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഇരിക്കുക. എല്ലാവരും വീണ്ടും കണ്ടതിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതൊക്കെ ഞങ്ങൾ വായിക്കുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ലവ് യു ഓൾ. ബൈ.